ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനീത് വന്നപ്പോൾ വിനീതിനോട് ഗംഗ ബൊട്ടിക്കിൽ ജോലിക്ക് ചെല്ലാൻ പറഞ്ഞ കാര്യമൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് ബൊട്ടിക്കിൻ്റെ ഷെയർ വേണമെങ്കിൽ തരാമെന്നൊക്കെയാണ് താര പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതൊന്നും വേണ്ട, നമുക്ക് രണ്ടുപേർക്കൊരു ജോലി ആയല്ലോ. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് വരാൻ തുടങ്ങാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയമായപ്പോഴേക്കും വേഗം തന്നെ താര വരികയാണ് കേട്ടോ. അപ്പോൾ വിനീതല്ല, നമ്മുടെ താര വന്നിട്ട് പറയുകയാണെ, അതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് മാറണം എന്ന് പറയാണ് കേട്ടോ. അല്ല, ഞങ്ങൾ ബോട്ടിക്കിൽ ജോലിയുടെ കാര്യം പറയാം, അതൊന്നും ഇനി നടക്കുന്നു തോന്നുന്നില്ല. അതെന്താ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതെ, നാളെ മറ്റന്നാളോ സിനിമ ചേട്ടനും അമ്മയും അച്ഛനൊക്കെ വരും. അവർ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇവിടെ നിന്ന് മാറണം എന്ന് പറയും കേട്ടോ. അല്ല താര തന്നെയല്ലേ പറഞ്ഞത് ഞങ്ങളിവിടെ തന്നെ ഉണ്ടാണെന്ന്. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ എന്തായാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറിയേ പറ്റുള്ളൂ. സിനു ചേട്ടനൊന്നും ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഗംഗയ്ക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ താരയുടെ സ്വഭാവം മാറ്റം മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ വിനീതുവാണെന്നുണ്ടെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ താര നിർബന്ധിക്കുകയാണ് കേട്ടോ, നാളെ തന്നെ ഒരു വീട് കണ്ടെത്തണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവിടെ നിന്ന് താര പോവുകയാണ് കേട്ടോ. ഗംഗയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച് സങ്കടത്തോട് കൂടിയിട്ട് നിൽക്കുകയാണേ. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ ശാരദയും കാവേരിയും കൂടിയിട്ട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വന്നിട്ട് അവിടെ തൊഴുത് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. രണ്ടുപേരും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശാരദയാണെന്നുണ്ടെങ്കിൽ നിളമോള കാര്യമൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്താണ് നരേൻ്റെ മുത്തശ്ശി അവിടേക്ക് വരുന്നത്. എന്നിട്ട് മുത്തശ്ശി പ്രാർത്ഥിക്കുന്നുണ്ട് നരേൻ്റെ കാര്യത്തെക്കുറിച്ച്. നരേനെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു കല്യാണം കഴിക്കണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കാവേരിനെ മുത്തശ്ശി കാണാൻ കേട്ടോ. അപ്പോൾ എന്തൊരു ഐശ്വര്യമുള്ള കുട്ടീനെ എന്നിങ്ങനെ മനസ്സിലാലോചിക്കുകയാണ് കേട്ടോ. ഈ കുട്ടിയെ പോലെ ഒരു കുട്ടീനെ എൻ്റെ നരേനെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ മനസ്സിലാലോചിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശാന്തി വന്നിട്ട് അവർക്ക് പ്രസാദം കൊടുക്കാൻ കേട്ടോ. അപ്പോൾ കാവേരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നക്ഷത്രമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് നല്ല പേര് കാവേരി എന്നൊക്കെ പറയും കേട്ടോ. അച്ഛൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാവേരി ശാരദനോട് പറയണം, അമ്മ സൗകര്യത്തോടു കൂടിയിട്ട് നന്നായിട്ട് തൊഴുത്ത് പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നത്, ഞാനിപ്പോൾ ഒന്ന് വലം വെച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്പലം വലം വെക്കാനായിട്ട് കാവേരി ഒറ്റയ്ക്ക് പോവുകയാണ്. ഈ സമയത്ത് അംബികാമ്മയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തല കറങ്ങി വീഴാൻ കേട്ടോ. അപ്പോഴേക്കും കാവേരി ഓടി വന്നിട്ട് പിടിക്കുന്നുണ്ട്, എന്താ അമ്മ എന്താ എന്ന് വെച്ചിട്ട്. അപ്പോൾ ആദ്യം വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അംബികാമ്മ ആ ഒരു പേഴ്സ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അംബികാമ്മയുടെ കയ്യിലൊരു പേഴ്സ് ഉണ്ട്. അതിങ്ങനെ തട്ടി കാണിക്കുമ്പോൾ കാവേരി ആ പേഴ്സ് തുറന്ന് നോക്കുമ്പോൾ അതിൽ ഗുളികയുണ്ട് കേട്ടോ. ടാബ്ലറ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ആന്ന് പറയട്ടോ. അങ്ങനെ ടാബ്ലറ്റ് കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പതുക്കനെ എഴുന്നേറ്റ് നിർപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശാരദ വരികയാണ് കേട്ടോ. അപ്പോൾ ശാരദ അവിടെ നിൽക്കുന്ന ഒരാളോട് ചോദിക്കും, എന്താ അവിടെ കാര്യം? ആ കുടിയിൽ അമ്മ എങ്ങാണ്ട് തല കറങ്ങി വീഴുന്നു തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ കാവേരി അമ്മ എന്നാണല്ലോ അംബികാമ്മനെ വിളിച്ചത്. അപ്പോഴേക്ക് ശാരദ അവിടേക്ക് വരികയാണേ. ശാരദ വന്നിട്ട് അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പോകട്ടോ. ശാരദ പറഞ്ഞു, എനിക്കൊരു പുതിയൊരു അമ്മയെ കിട്ടിയെന്നാണ് അവിടെ ഒരാൾ പറഞ്ഞതെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അതിനെന്താ, അമ്മയായിട്ട് എന്നെ കണ്ടോ, ഈ മോളെ എനിക്ക് തന്നോ? ആണോ, എന്നാ എടുത്തോ, ഇതിനാരെടുക്കുന്ന ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ നിൽക്കണേന്ന് പറയും കേട്ടോ. അപ്പോൾ കാവേരി ഇങ്ങനെ അമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയാണ്. ഞങ്ങൾ ഇന്ന സ്ഥലത്തുനിന്ന് വന്നതാണെന്ന് പറഞ്ഞിട്ട് ശാരദ ഒരുവിധം കാര്യങ്ങളൊക്കെ അവരോട് പറയുകയാണ് കേട്ടോ. നിളമോള ഓപ്പറേഷത്തിന് വേണ്ടിയിട്ട് വന്നാണെന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ അവർ പോകാണ് കേട്ടോ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ കാവേരിനോട് പറയുകയാണ്, എൻ്റെ പേരക്കുട്ടിയുടെ പേരൊരു അർച്ചന കഴിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ പ്രസാദം ഒന്നും മോള് മേടിച്ചിട്ട് തരുമെന്ന് ചോദിക്കേണ്ടത്. നാരേൻ്റെ പേരും നക്ഷത്രവും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാവേരി എന്തെന്നാ പേര് എന്ന് ചോദിക്കട്ടോ. നാരേൻ എന്ന് പറയുകയാണെ. അങ്ങനെ കാവേരി ആ ഒരു പ്രസാദം വാങ്ങിക്കാനായിട്ട് പോകും. അപ്പോൾ പേരക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ പേരക്കുട്ടി പോലെയല്ല, ഞാൻ എൻ്റെ മകനായിട്ട് തന്നെയാണ് അവനെ കാണുന്നത്. പക്ഷേ അവൻ്റെ കല്യാണം നടക്കുന്നില്ല, ഒരു കല്യാണം അവൻ സമ്മതിക്കുന്നില്ല കല്യാണത്തിൽ നിന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ശാരദ പറയും, സാറില്ല, എല്ലാം ശരിയാ, 108 ദിവസത്തെ ഒരു പൂജയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ അവസാന ദിവസമാണെന്ന്, നല്ലൊരു പെൺകുട്ടീനെ എൻ്റെ മോനെ കിട്ടുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ നടക്കും. എൻ്റെ കൂടെ ശരിക്കും വരാറ് എൻ്റെ മോള് ഗായത്രിയാണ്. പക്ഷേ അവൾക്ക് ഇന്ന് വരാൻ പറ്റാതെയായി. അവൾക്ക് ഒരുപാട് വർഷങ്ങൾക്ക് കാത്തിരിപ്പിന് ശേഷം അവൾക്ക് ഭഗവാൻ ഒരു കുഞ്ഞിനെ കൊടുത്തതാണ്, പക്ഷെ അത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇല്ലാതായി എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ശാരദ പറയുന്നത്, സാറില്ല അംബികാമ്മയെ വിഷമിക്കേണ്ട, ഓരോരോ വിഷമങ്ങളില്ലാത്ത ആൾക്കാർ ആരാണ് ഈ ഭൂമിയിലുള്ളതെന്നൊക്കെ പറയുകയാണെ. അങ്ങനെ ആ അർച്ചനയുടെ പ്രസാദമൊക്കെ കൊടുക്കാൻ കേട്ടോ കാവേരി. അങ്ങനെ അവർ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. എന്നിട്ട് ഇനി അമ്പലത്തിൽ വരുമ്പോൾ നമുക്ക് പരസ്പരം കാണാമല്ലോ എന്ന് ചോദിക്കുകയാണെ. അപ്പോൾ ശാരദ പറയുകയാണെങ്കിൽ ഇനി അങ്ങനെ കാണാനൊന്നും വഴിയില്ല, ഇപ്പോഴത്തൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് നിന്നോ നാളെയായിട്ട് ഇറങ്ങി കൊടുക്കണം, ഇനിയിപ്പോൾ വേറെ വീട് കിട്ടുന്നത് ദൂരെ എങ്ങാനാണെന്നുണ്ടെങ്കിലോ അപ്പോൾ പിന്നെ കാണാനൊന്നും പറ്റില്ലല്ലോ, ദൂരെ നിന്ന് ഇങ്ങനെ അമ്പലത്തിലേക്കൊന്നും വരാനൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറയും കേട്ടോ.
പിന്നെ തിരുവനന്തപുരത്ത് തന്നെ സ്ഥിരതാമസമാക്കിയാലോ എന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഒരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിലും പിന്നെ എനിക്ക് നല്ല പാചകം അറിയാം, അതേ ഇവർ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാ വിശേഷങ്ങളും അവരോട് പറയുകയാണ്. അങ്ങനെ ശരി എന്നാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോഴേക്കും അമ്പിയാമ്മ വിളിച്ചിട്ട് പറയും, നിങ്ങൾ വാടകയ്ക്ക് ഒരു വീട് അന്വേഷിച്ചിട്ടല്ലേ നടക്കുന്നത്, ഞങ്ങൾക്കൊരു ഔട്ട് ഹൗസ് ഉണ്ടെന്ന് പറയട്ടോ. ഞങ്ങൾ 6-7 പേരുണ്ട്, ഔട്ട് ഹൗസ് എന്ന് പേര് മാത്രമേ ഉള്ളൂ, അത് വീട് തന്നെയാണെന്ന് പറയട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് നോക്കുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആ വീട് നോക്കാൻ വേണ്ടിയിട്ട് അവർ വരികയാണ് കേട്ടോ. പെട്ടെന്ന് കാവേരി പുറത്തിറങ്ങുമ്പോൾ കാവേരിക്ക് ഈ വീട് മുമ്പ് എവിടെയോ കണ്ട് പരിചയമുള്ളത് പോലെ തോന്നുകയാണ്. അന്ന് നിവിൻ്റെ കൂടെ വന്നിട്ടുള്ളതായിട്ടൊരു ഓർമ്മ കാവേരിക്ക് ഉണ്ടല്ലോ. അപ്പോൾ എന്താ നീ വീട് കണ്ട് പേടിച്ചോ? ഞാൻ എന്തായാലും പേടിച്ച്, അല്ല ഞാൻ ഈ വീട് മുമ്പ് എവിടെ കണ്ടിട്ടുള്ള പോലെ. അപ്പോഴേക്കും അംബികാമ്മ അവരെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അവിടുത്തെ സെർവൻറ്റ് വരികയാണ് കേട്ടോ, സീമ എന്നാണ് അവരുടെ പേര്. അപ്പോൾ മുത്തശ്ശനാണെന്നുണ്ടെങ്കിൽ പാട്ടൊക്കെ കേട്ടുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അവർ വരുന്നതും സംസാരിക്കുന്നതും ഒന്നും തന്നെ കേൾക്കുന്നില്ല. അപ്പോൾ നരേനൊന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ സീമ പറയുന്നുണ്ട് നരേൻ പുറത്തു പോയി, അപ്പോൾ താക്കോലും കൊണ്ടുപോയിട്ടുണ്ടാവുമല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. താക്കോല് മുറിയിൽ വെച്ച് പൂട്ടിയിട്ടുണ്ടാവുമല്ലേ എന്ന് ചോദിക്കണം. അതെ, ഇനിയിപ്പോൾ അവൻ വന്നതിന് ശേഷമല്ലേ താക്കോല് കിട്ടുമോ, എന്തായാലും പുറം ഭാഗം ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകണം. അപ്പോൾ അതാരാന്ന് ചോദിക്കുകയാണ് കേട്ടോ കാവേരി. അത് ഇവിടുത്തെ സെർവൻ്റായിട്ടൊന്നും അല്ല കേട്ടോ ഞങ്ങൾ കാണുന്നത്, സീമ എന്നുള്ള പേരെന്നൊക്കെ പറയും. അപ്പോൾ സീമനെ കാവേരി ഒന്ന് നോക്കുമ്പോൾ സീമ ചിരിക്കുന്നുണ്ടെങ്കിലും സീമയ്ക്ക് അവർ അവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നെന്ന് കേട്ടപ്പോൾ തന്നെ ഒട്ടും താല്പര്യമില്ലാത്ത പോലെ കാണുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് ആ വീട് കൊണ്ടുപോയി കാണിക്കാൻ കേട്ടോ. വീട് കൊണ്ടുപോയിട്ട് കാണിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമൊക്കെയുള്ള വീടാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് 10-50 വർഷം മുമ്പ് ഒരു പെൺകുട്ടിയുടെ കല്യാണ പെണ്ണായിട്ട് നിന്നിട്ടുള്ളതാണ്. അതാരാ? അത് ഞാൻ തന്നെ മുത്തശ്ശി ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ചിരിച്ച് രണ്ടുപേരും അകത്തിരിക്കുകയാണ് കേട്ടോ. ഞാനെന്തായാലും വീടൊന്ന് ചുറ്റി കാണട്ടെ എന്ന് പറഞ്ഞിട്ട് കാവേരി പുറത്തേക്ക് പോകും. അപ്പോൾ ഈ വീട്ടിൽ ആരാ മുമ്പ് താമസിച്ചിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ വീട്ടിൽ ആകെ ഒരേ ഒരു വാടകക്കാർ മാത്രമേ താമസിച്ചിരുന്നുള്ളൂ. ഇത് വാടകയ്ക്ക് കൊടുത്ത് വാടക കിട്ടിയിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഒന്നും അല്ല ഞങ്ങൾക്ക്. പക്ഷേ നിങ്ങളെ പോലെ തന്നെ അവരെയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ വീട് അവർക്ക് വാടകയ്ക്ക് കൊടുത്തത്. എന്നിട്ട് അവരൊന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അംബികാമ്മ ഒന്നും പറയുന്നില്ല. അതിന് ശേഷം പിന്നീട് കാവേരിനെയാണ് കാണിക്കുന്നത്. കാവേരിയാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ചുറ്റൊക്കെ നടന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അംബികാമ്മ പറയുന്നുണ്ട് അല്ല ഞാനിങ്ങനെ രാശി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി വാടകക്കാർ വന്നിട്ട് ഒരുപാട് നാൾ താമസിച്ചോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണെന്ന് പറയും കേട്ടോ. അല്ല അവർ വന്നിട്ട് ഒരേ ഒരു വാടകക്കാർ മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ, അവർ പോയി. എങ്ങോട്ട് ചോദിക്കട്ടോ? അതൊന്നും എനിക്കറിയില്ല, അവർ പോയി, അത്ര എനിക്കറിയുള്ളൂ എന്ന് അംബികാമ്മ പറയും കേട്ടോ. പിന്നെ കാവേരി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നിൽ ആരോ വന്ന പോലെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഞെട്ടിത്തിരിഞ്ഞ് നോക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് കാവേരിനോടൊക്കെ ആ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല എന്ന് മുത്തശ്ശൻ പറയുന്നതായിട്ടാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. എന്താ ഒരു മനുഷ്യപ്പറ്റില്ലാണ്ട് സംസാരിക്കുന്ന രഘുവേട്ടാന്ന് അംബികാമ്മ ചോദിക്കുമ്പോൾ പാവങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ. ആ വീടിന് എന്തൊക്കെയോ ദോഷങ്ങളുണ്ടെന്നൊക്കെയാണ് മുത്തശ്ശൻ അവരോട് പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് താര നിളമോളോട് മോശമായിട്ട് പെരുമാറാനിട്ടാണ്. നിളമോളെ കയ്യിൽ നിന്ന് ഒരു കപ്പ് വീണ് പൊട്ടുമ്പോൾ നിളമോളെ അടിക്കാൻ വേണ്ടിയിട്ട് താര കൈ പൊക്കുന്ന സമയത്ത് കാവേരി വന്നിട്ട് താര ചേച്ചി എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് അങ്ങനെ വിളിക്കുന്നതാണ്. പ്രമോല് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.